എന്തൊക്കെയുണ്ട് ഗായ്സ്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട അത്യാവശ്യം ആൾക്കാരെല്ലാം നല്ലൊരു അഭിപ്രായം കേട്ടോ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കണത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലത്തെ ചെറിയൊരു സൈക്കിൾ റൈഡ്. ഇപ്പം നമ്മൾ നിൽക്കണത് കുമ്പളങ്ങിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം എൻ്റെ നാട് തന്നെ കുമ്പളങ്ങി. അപ്പോൾ ആ കുമ്പളങ്ങിലത്തെ രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. സൺറൈസിങ് സീൻസ്. ഇത് മറ്റേ കവര് സ്പോട്ട് അടിച്ച കുറേ സ്ഥലങ്ങളുണ്ട് ഈ കാണുന്നതൊക്കെ. കവറിൻ്റെ ടൈമാണെങ്കിൽ നൈറ്റൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പം നമ്മൾ കണ്ടക്കടവ് എത്തി. കണ്ടക്കടവ് സ്ട്രെയിറ്റ് പോയാൽ ചെല്ലാനം, റൈറ്റ് എടുത്ത് പോയാൽ കണ്ണമാലി. അപ്പോൾ നമ്മൾ ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ ഒരു സംഭവം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. നല്ല ഫ്രഷ് പുഴമീൻ വേണമെങ്കിൽ നേരെ രാവിലെ കണ്ടക്കടവിലേക്ക് കിട്ടും. ഇവിടെ ആകുമ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലേലം വിളിച്ച് സാധനം കൊണ്ടുപോകും. ഇത് കണ്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ. രാവിലെ വരിക, ഇഷ്ടമുള്ള മീൻ നോക്കുക, ലേലം വിളിക്കുക, വീട്ടിൽ കൊണ്ടുപോകുക. എല്ലാം നല്ല ഫ്രഷ് മീനുണ്ട്. പുഴമീനുള്ളേ. കടൽ മീൻ എടുക്കണമെങ്കിൽ നേരെ ഹാർബറിലേക്ക് വിട്ടാൽ മതി. നമ്മുടെ ഈ ഏരിയ ഫുള്ള് ചാലുകളും മറ്റേ പുഴയും കാര്യങ്ങളൊക്കെ ഏതാറിനെ മീനിന് വലിയ ക്ഷാമമൊന്നുമില്ല. എല്ലായിടത്തും മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് മീൻ വേണമെങ്കിൽ നേരെ കുമ്പളങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ചെല്ലാനം വെച്ച് പിടിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് കണ്ടക്കടവ് ജംഗ്ഷൻ ഉണ്ടാകും. ഇവിടെ നിന്ന് നേരെ ആ റോഡ് പോയിട്ടുണ്ടെങ്കിൽ കണ്ണമാലി ബീച്ച് റോഡ് ഫോട്ടോ വെച്ച് ആ വഴി പോവാം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ ചെല്ലാനം പിടിക്കാം. ചെല്ലാനം വഴിക്കലൊക്കെ പോണത് നേരെ റൈറ്റ് കാണുന്ന റോഡ് കേട്ടോ. അപ്പോൾ പോവാം. ഈ ചെല്ലാനം ഭാഗത്തൊക്കെ നേരത്തെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ കടലേറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതിനെല്ലാം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ട ഈ കടൽ ഭിത്തിയൊക്കെ പണിത് സെറ്റാക്കി വെച്ചേക്കുന്ന കാരണം ഈ ഏരിയയൊക്കെ കുറേ സേഫാണ്. വലിയ കാര്യമായിട്ട് കടലേറലൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനം കണ്ട, അതാണ് കടൽപ്പാത എന്നൊക്കെ പറയാം. ഇതിപ്പോൾ കുറച്ചാളായിട്ട് ഈ അധികം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞായറാഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ക്രൗഡാണ്, അത്യാവശ്യം ക്രൗഡുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കടലിൻ്റെ. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. സൈക്കിൾ എവിടെ ഇരിക്കട്ടെ, നമുക്ക് കയറി നോക്കാം. ഈ നടപ്പാതെ വേണമെങ്കിൽ പിന്നെ ഇവിടെ രാവിലെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വരാറില്ല കേട്ടോ. ഓ, വ്യൂ നോക്കി. ഇതൊക്കെ ചെല്ലാനത്തെ ഹാർബറിൽ നിന്ന് തന്നെ ബോട്ട് കണ്ട. ഇത്രയും ബോട്ട് കണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. അതിലും കൊള്ളാം. ഇതിപ്പോൾ നടന്നു കാണാനാണെങ്കിൽ കുറേ ഉണ്ട്. നമുക്ക് സൈക്കിളിങ് കൂടെ കയറ്റാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കിലോമീറ്റേഴ്സ് നടന്നു കാണാനുണ്ട്. നടക്കാനാണെന്നാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം സൈക്കിളിൽ അങ്ങോട്ട് പോവാം. രാവിലെ തന്നെ എനിക്കൊന്ന് ട്യൂഷൻ കിട്ടിയത് വന്നേക്കുന്ന പിള്ളേരാന്ന്. എല്ലാവരും മുഖം കാണിക്കണ്ട, അവർ സന്തോഷിക്കട്ടെ അല്ലേ. മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിരയടി ആയിക്കോട്ടെ. ഇവിടെ ഈ നടക്കണ പാതയിലൊക്കെ അത്യാവശ്യം തിരയടിച്ച് വീഴാറുണ്ട്. രാവിലെ തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ നല്ല രസം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങാം.
സൈക്കിളൊക്കെ എടുത്തിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ നമ്മുടെ ഹാർബർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകണ വഴിക്കൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയാണ്ട. രാവിലെ നല്ല സൺലൈറ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടുത്തെ 1-2 ഷോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ടൈമിൽ കണ്ടുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, നല്ല രസമുണ്ടാകുന്നു. അതാണ് സൈക്കിൾ തിരിച്ച് നേരെ കയറ്റിയത്. ഇങ്ങോട്ട് രാവിലത്തെ ആ ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കിട്ടിയപ്പോഴേക്കും നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടേ നമ്മുടെ സൈക്കിള് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരെ കാണണ്ട ചെല്ലാന ഹാർബർ. അപ്പോൾ രാവിലെ തന്നെ കണ്ടത് മീൻ വിൽക്കാൻ വന്നവരുടെയും വാങ്ങിക്കാൻ വന്നവരുടെയൊക്കെ എല്ലാം ബൈക്കും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് ഭയങ്കര തിരക്കായിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഈ ലെഫ്റ്റിൽ കാണുന്ന വഴി അങ്ങോട്ട് പോവാം. നമുക്കേ ഇവിടെ എവിടെയെങ്കിലും സൈക്കിൾ വെച്ചിട്ട് നൈസായിട്ട് ഇറങ്ങാം. അത് ഞാൻ വിളിക്കുന്ന ഞാൻ അപ്പോൾ അത് ഇതാണ് ചെല്ലാന ഹാർബർ കേട്ടോ. ചെല്ലാന ഹാർബർ ശരിക്കും ഇതിൽ അപ്പുറത്താണ് ഭാഗത്താണ്, ഇവിടുത്തെ അപ്പുറത്താണ് ഹാർബർ. അപ്പോൾ അത് ഈ കാണുന്ന പുലിമുട്ട്. ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിടാൻ വേണ്ടി സ്പോട്ടാണ്. അത് കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യം ഇവിടുത്തെ കുറച്ച് കാഴ്ച കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പോട്ട് കണ്ടത് വ്യൂ നോക്കി നൈസ് വ്യൂ അല്ലേ.
രാവിലെയൊക്കെ വരുമ്പോഴേക്കും ആ രാവിലത്തെ സൺലൈറ്റിൽ നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നൈസ് സ്പോട്ടാണ്. ഇന്നിപ്പോഴേ നല്ല രീതിക്ക് തന്നെ തിരയടിക്കാണ്ട്. കൈയൊക്കെ നോക്കിയാൽ ഫുള്ള് വിസിബിളാ. ശരിക്കും ഈ കല്ലിനടുത്തേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്ന ഈ ബീച്ച് ഇറങ്ങി കിടക്കുന്ന സമയത്ത്. അപ്പൊ ആ മഴയൊക്കെ പെയ്ത് കടൽ കയറിയെന്ന് തോന്നാം. നമുക്ക് സൈക്കിൾ എവിടെയെങ്കിലും സേഫ് ആക്കിയിട്ടേ നൈസായിട്ട് ആ പുലിമുട്ടിന് അങ്ങനെ നടന്നു നോക്കാം. അവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടേക്കലുണ്ട്, നോക്കിയിട്ട് വരാം. ആദ്യം സൈക്കിൾ എവിടെയെങ്കിലും സേഫ് ആക്കാൻ നോക്കണം. ഞാനാണെങ്കിൽ സൈക്കിളിൽ ലോക്ക് എടുക്കാനും മറന്നുപോയി. കാട് പിടിച്ച് വഴിയൊക്കെ. രാവിലത്തെ വ്യൂ എങ്ങനെയാണ് ഇവിടുന്ന്? മഴയില്ലാത്ത കാരണം ഉണ്ടോ? മഴ ഉണ്ടെന്നാണെങ്കിൽ അത് ഇരിക്കാൻ പറ്റില്ല. നല്ല തിരയടി, കാറ്റും ബഹളമൊക്കെ ഇരിക്കും. ഞാനൊരു കൂട്ടുകാരൻ കൂടി കഴിഞ്ഞിടക്ക് വന്നിട്ട് തിരയടിച്ച് കുളിപ്പിച്ച് ഞങ്ങളെ. ഇപ്പൊ ബോട്ടൊക്കെ കുറവാണ്ട്, എല്ലാരും പോയേക്കണാണ്. നമ്മള് മറ്റേ വന്ന വഴിക്കത്തെ ഒരു ഇത് കാണിച്ചു തന്നില്ലേ ഞാൻ? അപ്പൊ ആ ബീച്ച് ആ കടലിൽ നോക്കിയപ്പോ കണ്ടല്ലോ, എല്ലാ ബോട്ടും ഇറങ്ങിയേക്കണാണ്. ഒരു ഉച്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചൊക്കെ കയറുമെന്ന് എനിക്ക് തോന്നാം. ശരിക്കും ഇഷ്ടം പോലെ ബോട്ടുണ്ടാവും ഇവിടെ. ബോട്ട് എന്ന് പറയാൻ പറ്റുന്ന വഞ്ചി, അവിടെ പോകുന്ന വഞ്ചി ഇഷ്ടം പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ. അടിക്കണണ്ട. ഇവിടെ ഒരു ഏട്ടൻ ചൂണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കിട്ടിയാ നമുക്ക് നോക്കാം. ചെമ്മീനായിരുന്നത്. അടിച്ചിട്ടുണ്ടോ കേട്ടോ, ചേട്ടൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നാം. ഇത് കുടുങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. കിട്ടി 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 കിട്ടി. ഇത് പൂളാനല്ലേ ഇത്? കതിരാന. ആ ഓക്കെ. ചേട്ടനെ പോയിട്ട് തുടങ്ങിയതാ? രാവിലെ ഒന്നല്ലേ? ആണല്ലേ. ഈ സമയത്തൊക്കെ ആള് കുറവായിരിക്കും അപ്പൊ? ആ ഞായറാഴ്ച തിരക്കാന്നല്ലേ? ആള് കൂടിയിട്ടാണല്ലേ? ആണല്ലേ. ഓ, ബോട്ടൊക്കെ ഇന്നാ ഇറങ്ങി തുടങ്ങിയത്? ഓ ഓ.
നമുക്ക് ഇത് അടുത്ത ചേട്ടൻ എന്താ കിട്ടിയേക്കാൻ നോക്കാം. അറ്റത്തുണ്ട്, അറ്റത്തിരിപ്പുണ്ട് രണ്ടുപേര്. അവിടെ പോയി നോക്കിയിട്ട് വരാം. ഈ ഭാഗത്തൊക്കെ സൂക്ഷിച്ചാണ് തന്നെ കണ്ടല്ല, എപ്പോൾ പണിയിട്ട് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇവിടുന്ന് കുളിച്ചു പോകേണ്ടി വരും. തിര നല്ല രീതിക്ക് അടിക്കണ്ട. ഈ ഭാഗത്താണ് നല്ല രീതിക്ക് തിര അടിക്കണത്. ഇവിടെ നിങ്ങാണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഒരു സീനില്ലെന്നോ. കാരണം ഇവിടെ ഒന്നും വലിയ വെള്ളം കിടക്കണല്ല. ആ ഭാഗത്ത് നല്ല രീതിക്ക് തിര അടിക്കണ്ടായി. അങ്ങനെ അതെ അറ്റത്താറായിട്ടാ. ഇവിടെ രണ്ട് ഏട്ടന്മാർ ചൂണ്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ആയിരുന്നല്ലേ ഒരു കാവിയർ അല്ലേ? ആ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ. എപ്പോ തുടങ്ങിയതാ? എപ്പോ തുടങ്ങിയതാ ചൂണ്ടല് ഇടാൻ? എപ്പോ തുടങ്ങിയത്? ആ പണിപ്പോ ആളിയല്ലേ. മഴയത്തും തൻ്റെ പാഷനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ചേട്ടൻ ഇവിടെ ചൂണ്ടിടുന്നുണ്ട്. കരുത്തിട്ട് പോരാളി. ഗൈസ് നടന്നു വന്നപ്പോഴേ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് കണ്ട ഒരു കൂരി കിടപ്പുണ്ട്. കൂരി ഇതേ ജീവനുള്ള കണ്ട, ജീവനുള്ള കൂരിയാണ്. എനിക്ക് തോന്നണം ആ തിര അടിച്ചപ്പോഴേക്കും അതിൽ തെറിച്ച് വന്ന് വീഴാന്ന് എനിക്ക് തോന്നാം. അച്ഛനടക്കിടന്ന് ഉറപ്പ് വന്നു. അവിടെ എടുക്കട്ടെ. അപ്പോൾ ഗായ്സ് ഇവിടെ നിന്ന് നമുക്ക് നൈസായിട്ട് ഇറങ്ങാട്ടോ. കാരണം ഇപ്പം ചെറിയൊരു മഴ വന്നിട്ട് പോയതേ ഉള്ളൂ. ഇനിയും അധികം നേരം നിന്നാൽ ചിലപ്പോൾ വീട്ടിൽ കയറാനകത്ത് ചീഞ്ഞ് കുളിച്ച് പോകേണ്ടി വരും. അപ്പോൾ മഴ കൊള്ളാൻ വേണ്ടി നമുക്ക് വേറെ ഒരു ദിവസം പിന്നെ ഇറങ്ങാം. അപ്പോൾ തൽക്കാലം നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ശരി. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.